ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശ ചട്നി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റോടു കൂടെ തന്നെയാണ് ഇന്നത്തെ ചട്നി. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു സവാള കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 അല്ലി വെളുത്തുള്ളിയും എരിവിന് ആവശ്യമായ മുളകും, ഒരു ചെറിയ തക്കാളി നന്നായി പഴുത്തത്, അതല്ലെങ്കിൽ ഒരു പകുതി തക്കാളി അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയിൽ ഇതൊന്ന് ചുവപ്പ് കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ കരിഞ്ഞു പോകരുത്. ഇത് ചൂടാറാൻ മാറ്റി വെച്ചിട്ട് നമുക്കൊരു പിടി തേങ്ങ അഥവാ ഒരു മുറി തേങ്ങയുടെ പകുതി ഭാഗം തേങ്ങയും ഈ ഒരു വഴറ്റിയെടുത്തിട്ടുള്ള ഉള്ളിക്കൂട്ടും കൂടെ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതാ ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലോട്ട് കടുകിട്ട് പൊട്ടി വരുന്ന സമയം നമ്മളെ കയ്യിൽ തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പകരം ഇവിടെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും ആവശ്യത്തിനുള്ള വേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഇനി ഇതിലേക്ക് ഞാനിതാ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിലോട്ട് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ ടൊമാറ്റോ സോസ് ചേർക്കേണ്ട, ഞാൻ തക്കാളി ഇല്ലാത്തത് കൊണ്ടാണ് അതങ്ങനെ ചേർത്തത്. ഇനി ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മുടെ ചട്നി ഒന്ന് തിളയ്ക്കാൻ പാടില്ല. തേങ്ങ ആയതുകൊണ്ട് തന്നെ നന്നായി ഒന്ന് ചൂടായി വന്നാൽ മതി. ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചട്ടി ചൂടാവുന്നതിനനുസരിച്ച് തിളച്ച് വരും. അത് തിളക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ തേങ്ങാ ചട്നി തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ സാധാരണ വെള്ള ചട്നി തേങ്ങയുടെ ഒക്കെ അത് കഴിക്കുന്ന പോലെയല്ല. ഇതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് തോന്നും. അപ്പോൾ എന്നും നമ്മൾ അങ്ങനെ കഴിക്കുന്ന ആൾക്കാരാണ്. ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒന്ന് മാറ്റി ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.